അസ്സലാമലൈക്കും. നല്ല മഴയാണ് മക്കളെ, നല്ല മഴ. പൊരിഞ്ഞ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഏതായാലും എല്ലാവരുടെ കാര്യം പറയുമ്പോൾ എൻ്റെ കാര്യമാണല്ലോ രണ്ടെണ്ണം പറയാം. എൻ്റെ ചുണ്ട് കണ്ട ശരിയായിട്ടില്ല, കറുത്ത് കിടക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയാം? ചൂടുവെള്ളം, തിളച്ച വെള്ളമായിരുന്നു ഈ ഫ്ലാസ്കിൽ. ഞാൻ വിചാരിച്ചെന്തെന്നറിയാം, ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു വായിലേക്ക്. ഇന്നലെ രാവിലെ തിളപ്പിച്ച് ഒഴിച്ച വെള്ളമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വെള്ളം അങ്ങനെ എടുത്ത് വായിൽ വെച്ചു. ഗ്ലാസ് ഇവിടെ ഉണ്ട്, പക്ഷേ അതിലേക്ക് ഒഴിച്ചില്ല. ഞാൻ അങ്ങനെ ഒഴിച്ചു. ഒരു മണ്ടത്തരം. പക്ഷേ അത് കാക്കു നേരം വെളുത്തപ്പോൾ തിളച്ച വെള്ളം കുടിക്കാൻ തിളപ്പിച്ച് വെക്കുന്നു. ആ വെള്ളം അതിലെടുത്ത് ഒഴിച്ച് വെച്ചിരുന്നു. ഞാൻ അറിഞ്ഞില്ല, എൻ്റെ വിചാരം തണുത്ത വെള്ളമാണെന്ന്. അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു പണി കിട്ടി, ചുണ്ടിന് പണി കിട്ടി. മൊത്തത്തിൽ നായിക്കാട്ടന്മാരി ആയിട്ടുണ്ട്. ഏതായാലും അതങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറയാൻ വന്നതെന്താണെന്നറിയോ? നമ്മളെ ഏഷ് ചാനൽ ഫാത്തിമ ഇന്നലെ വീഡിയോസ് ചെയ്യുമ്പോഴും അതേമാതിരി തന്നെ ലൈവിലും 2-3 വോയിസില്ല 2 വോയിസ് നമുക്ക് കേൾപ്പിച്ചു തന്നു. അപ്പോൾ ഈ 2 വോയിസ് കേൾപ്പിച്ച് തരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഫാത്തിമ അവൾക്ക് 100% സപ്പോർട്ടായിട്ട് നിന്നതാണ്. 100% സപ്പോർട്ടായിട്ട് നിന്നാണ് നെജിലാക്ക്. പക്ഷേ അവൾ പരാതി എഴുതി കൊടുത്തു. ഈ പരാതി എഴുതി കൊടുത്തിട്ടും മറ്റേ ആ പരാതിയും കൊണ്ട് പോയില്ല. ആ പരാതി വാങ്ങി കയ്യിൽ വെച്ചു, പോയില്ല. എന്തുകൊണ്ടാണ് പോവാത്തത്? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടും മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോയില്ല, അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പോയില്ല? ഇതൊക്കെയാണ് ചോദിക്കുന്നത്, ഫാത്തിമ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ സത്യമാണ്. കാരണം ഫാത്തിമ 1.5 മാസത്തോളമായി ഒരുപാട് കാര്യങ്ങൾ ഫാത്തിമ പറയുന്നുണ്ടായിരുന്നു. ലൈവിലൂടെ അവളെ ഫോൺ വിളിച്ചും സംസാരിക്കും, കാര്യങ്ങൾ പറയും, കാര്യങ്ങൾ വേണ്ടത് ചെയ്തു കൊടുക്കും. അതേമാതിരി തന്നെ പരാതി ഫാത്തിമ തന്നെ എഴുതിയാണ് അവളെ കയ്യിൽ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു. അതുകൊണ്ട് പോയി 2 പേരും കൂടെ പോയി കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫാത്തിമക്ക് ഇത്ര ദേഷ്യം വന്നത്. ഇതാ ഞാൻ പോകുന്നു, ഇതാ ഞങ്ങൾ പോകുന്നു, ഇതാ ഞങ്ങൾ പോകുന്നു എന്ന് പറയുന്നതല്ലാതെ അവർ ഫാത്തിമ എഴുതി കൊടുത്ത പരാതി എവിടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഫാത്തിമ ഉദ്ദേശിക്കുന്നത് ഫാത്തിമാനെ പറ്റിക്കുകയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. കാരണം നമ്മളോട് വന്ന് പറഞ്ഞ് ഇങ്ങനെ പെറ്റീഷൻ കൊടുക്കണം, പോലീസ് സ്റ്റേഷനിൽ പോകണം, ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറയുമ്പോൾ നമ്മളെക്കൊണ്ടാകുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ എല്ലാ കാര്യത്തിനും 100% ഈ ഒരു കാര്യത്തിന് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് ശരി, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് എഴുതി കയ്യിൽ കൊടുത്ത അത് പോയി കൊടുക്കാതെ ഇതാ ഞാൻ പോകുന്നു, ഇതാ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടാൽ അവൾ അന്വേഷിച്ചപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തതാണ് നമ്മൾ ആ ലൈവിൽ കേട്ടത്. അപ്പോൾ ഫാത്തിമക്ക് ദേഷ്യം വന്നു. കാരണം ഫാത്തിമ 1.5 മാസത്തോളം 2 മാസം 3 മാസമായി ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതിനുവേണ്ടി ഈ ഫാത്തിമക്ക് പലരെ കയ്യിൽ നിന്നും തെറി കേട്ടിട്ടുണ്ട്. കാരണം ആ ലൈവിൽ ഞാൻ പോകുന്നതാണ്, ആ ലൈവിൽ ആ ലൈക്ക് അടിച്ചിറങ്ങുകയാണെങ്കിൽ ഞാൻ ആ ലൈവിൽ വാച്ചിങ്ങിൽ ഉണ്ടാവലുണ്ട്. എല്ലാ സമയത്തും ഇല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന നേരത്തെ. എല്ലാ സമയത്തും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം ഞാനും ലൈവ് ഇടുന്ന ആളാണ്, 3 നേരം ലൈവ് ഇടുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എല്ലാ ലൈവിലും എല്ലാ സമയത്തും പോകാൻ പറ്റില്ല. അതേമാതിരി തന്നെ എല്ലാ ലൈവിലും സപ്പോർട്ട് എനിക്ക് പറ്റുന്ന ഇതിലൊക്കെ ഞാൻ 1, 2, 3 കമൻറ്റ് ഇട്ടിട്ട് ഒരു ലൈക്കും അടിച്ചിട്ട് ഞാൻ പോരാറുണ്ട്. അപ്പോൾ ഈ ലൈവിൽ പറഞ്ഞ വോയിസും ഫാത്തിമ വീഡിയോസിൽ പറഞ്ഞ വോയിസും ഒന്ന് തന്നെയാണ്. ഈ വോയിസുകളൊക്കെ ഇടാൻ കാരണം, ഫാത്തിമക്ക് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം ഇത് തന്നെയാണ്. പരാതി എഴുതി എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് കൈ കൊടുത്തിട്ട് അത് കൊണ്ടുപോയി കൊടുത്തില്ല. അപ്പോൾ എന്നെ നീ ചീറ്റ് ചെയ്യുകയാണോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഫാത്തിമക്ക് അത്ര ദേഷ്യം വന്നിരിക്കുന്നത്. അത് നമുക്ക് ആർക്കാണെങ്കിലും വരുന്നത് തന്നെയാണ്. കാരണം നമ്മൾ 100% ഒരാളുടെ കൂടെ നിന്നിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് അവൾക്ക് വേണ്ടി ഒരുപാട് തെറികൾ ഫാത്തിമ കേട്ടിട്ട് ഫാത്തിമ അത് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഫാത്തിമ ചോദിക്കുന്നത്
തെറ്റായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഒരു കഷ്ടപ്പാടിൻ്റെ ഇതിലാണ് ഞങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ ഫാത്തിമ എല്ലാം എഴുതി കൊടുത്തത്. അപ്പോൾ ആ എഴുതി കൊടുക്കുന്നത് അവർ കൊണ്ടുപോയി കൊടുക്കേണ്ടതല്ലേ. അവരത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ എഴുതി കൊടുത്ത ആൾ പിന്നെ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്? അങ്ങനെ തന്നെയല്ലേ പറയുക അവർ? തിരിച്ചെന്നെ പറയേണ്ടി വരില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും നാളെ വേറൊരു വീഡിയോസായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അള്ളാഹു നല്ല ബുദ്ധിയെ കൊടുക്കട്ടെ. സത്യസന്ധമായുള്ള കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും ഉള്ള ബുദ്ധിനെ റബ്ബ് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.